കെ ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ വീണ്ടും കേസ്. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസി KM മിൻഹാജിക്കെതിരെയാണ് കലാപാഹ്വാനം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. കെ ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്നാണ് കേസ്. വിവരങ്ങൾ നൽകാൻ ഷീല ജഗത് ചേർന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷീല, ഇയാൾ ഏത് പാർട്ടിക്കാരനാണ്? ലീഗ് പ്രവർത്തകനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇതിൽ പറയാനുള്ളത് രേഷ്മ, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ശൈലജയും ഒപ്പം തന്നെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പരാതി നൽകിയിട്ടും അതിൽ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നിരുന്നത്. കെ ശൈലജ തന്നെ പരാതിയിൽ ഉന്നയിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നതും പോലീസിന്റെ ഭാഗത്തുനിന്ന് പരാതി നൽകിയിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് സത്വര നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചതും. എന്തുകൊണ്ട് ഇങ്ങനെ പരാതി നൽകിയിട്ടും ഇത്ര ദിവസമായിട്ട് നടപടി എടുത്തിട്ടില്ല എന്നുള്ളത്. ഇതിൽ പറയുന്നത് ഇപ്പോൾ മിൻഹാജ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ മാസം ഏപ്രിൽ 1-നാണ്. നേരത്തെ നൽകിയ പരാതിയിൽ ഏപ്രിൽ 1-ന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ആ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കെ ശൈലജ നൽകിയ പരാതിയിൽ പറയുന്നത് ട്രോൾ റിപ്പബ്ലിക് എന്നുള്ള പേജിൽ മിൻഹാജ് KM പാലോളി എന്നുള്ള പേരിലുള്ള ആൾ തൻ്റെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും ചിത്രങ്ങൾ അശ്ലീലമായ രീതിയിൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു കെ ശൈലജ നൽകിയ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്ന പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കെ ശൈലജയും വടകരയിലെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ ഇപ്പോൾ 3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. രേഷ്മ, ഷിത, വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിഷയം എത്രത്തോളം ചർച്ചയാകുന്നുണ്ട്? ഇപ്പോൾ പ്രധാനമായും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയാണോ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? രേഷ്മ, വടകരയിൽ ആദ്യഘട്ടത്തിൽ വന്നിരുന്ന തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ, നിലവിലുള്ള വിഷയങ്ങളെല്ലാം തന്നെയായിരുന്നു. പക്ഷേ ഷാഫി വന്നതോടുകൂടെ തന്നെ TP ചന്ദ്രശേഖരൻ വിഷയം ഉയർത്തിക്കൊണ്ടാണ് പ്രചാരണം തുടങ്ങിയത് തന്നെ. അത് കുറച്ചു കാലം വടകരയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചൂടുപിടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം വരുന്നത്. ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ സജീവമായുള്ള വടകരയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണവും അതിൽ UDF തീർക്കുന്ന പ്രതിരോധവുമാണ്. എല്ലായിടത്തും പ്രചാരണ സ്ഥലത്തെല്ലാം തന്നെ LDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന തനിക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവർ പ്രസംഗത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ഷാഫിയും ഒപ്പം തന്നെ UDF നേതാക്കൾ നടത്തുന്ന പ്രചാരണത്തിലെല്ലാം തന്നെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഉയർത്തുന്നത്. പ്രധാനമായി UDF ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഇത്രയും ദിവസം പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ആഭ്യന്തര വകുപ്പും പോലീസുമാണ് ഇതിൽ കുറ്റക്കാർ. അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ LDF സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്നു വരാൻ കാരണമെന്നുള്ളതാണ് UDF പറയുന്നത്. ഒപ്പം തന്നെ കെ ശൈലജ നൽകിയ പരാതിയിൽ പറയുന്നത് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ അറിവോടെയും പ്രേരണയോടെയും സമ്മതത്തോടെയുമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. VD സതീശൻ ഇന്നലെ പറഞ്ഞത് ഷാഫിക്ക് അതല്ല പണി, ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കലല്ല ഷാഫിക്ക് പണി, ഷാഫിക്കെതിരെയുള്ള വ്യക്തിയധിക്ഷേപമാണ് ഇത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അത് നുണബോംബാണ്, കെ ശൈലജയുടെ പരാതി നുണബോംബാണ് എന്നുവരെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. അതിന് മറുപടിയായി കെ ശൈലജ പറയുന്നത് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായ തെളിവുകൾ വെച്ചാണ് താൻ പരാതി നൽകിയത് എന്നുള്ളതാണ് കെ ശൈലജ നൽകുന്ന മറുപടി. എന്തായാലും ഇത് തന്നെയാണ് വടകരയിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയം. രേഷ്മ, വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ വീണ്ടും ഒരു കേസ് കൂടി എടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് ഷിത ജഗത് നൽകിയത്.